ഹലോ പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫേർഡ് സിഗ്നൽ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു റൈവൽ ടീം എന്ന് വേണമെങ്കിൽ പറയാം, ചെൽസിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ ചെൽസി ഫാൻസിനെ മോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനോ റോസ്റ്റ് ചെയ്യാനൊന്നും വരുന്നില്ല. കാരണം ആ ഒരു ഫീലിംഗ് ഒക്കെ അവർക്ക് എന്നേ വിട്ടുപോയി. ഞാൻ പറയാൻ പോകുന്നത് ചെൽസി എന്ന ക്ലബ്ബ് എങ്ങനെ ബാക്കി ക്ലബ്സിനൊരു ലെസണായി മാറുന്നു അല്ലെങ്കിൽ പാഠമായി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. ഇത് ചെൽസി ഫാൻസിന് മാത്രമല്ല, ഇതൊരു ടോട്ടനാമിൻ്റെ സ്റ്റോറിയാണ്. ഇത് വേണമെങ്കിൽ നാളെ ഒരു ലിവർപൂളിൻ്റെ സ്റ്റോറി ആവാം, യുണൈറ്റഡിൻ്റെ സ്റ്റോറി മിക്കവാറും ആവാം. അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഒരു ബാഴ്സയുടെ സ്റ്റോറി ആവാം, റയലിൻ്റെ സ്റ്റോറി ആവാം. പക്ഷേ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഞാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്സിൻ്റെ കാര്യം മാത്രമേ ഇപ്പോൾ പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷേ ഈ ഒരു അവസ്ഥ ചിലപ്പോൾ പല ക്ലബിനും മുമ്പ് നേരിട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനി നേരിടാൻ പോകുന്ന ക്ലബ്ബ് ഉണ്ടാവാം. അതിലൊരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ക്ലബ്ബായിരിക്കും, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഞാൻ അഗെയിൻ പറഞ്ഞു, ഇതൊരു സെൻറ്റിമെൻ്റൽ വീഡിയോ ഒന്നും പറയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ചെൽസിനെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ആ ചെൽസിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഞാനിവിടെ കുറ്റം പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ശരിയല്ലേ തോന്നുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ തിരുത്താം. നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ താഴെ കോമെൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ പൊതുവേ ഈ ചാനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. പക്ഷേ ചില ക്രിട്ടിക്കൽ ടോപ്പിക്സ് വന്നു കഴിഞ്ഞാൽ ഞാനിത് എടുത്ത് പറയാറുണ്ട്. അപ്പോൾ ചെൽസിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ നമ്മുടെ ഫീഡ് ഫുട്ബോളിൻ്റെ ആശാനൊക്കെ വന്നിട്ട് എനിക്ക് മൂപ്പരുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കഴിഞ്ഞൊരു സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് 3-4 വർഷമായിട്ട് മൂപ്പർക്ക് ചെൽസിനെ കുറിച്ചിട്ട് പറയാനുള്ള കഥകളൊക്കെ മിക്കവാറും സങ്കടകരമായ കഥകളായിരിക്കും. ഈവൻ ദോ 2 ട്രോഫി വിൻ ചെയ്തെങ്കിലും മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ചെൽസി പഴയ ചെൽസി അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ടൈറ്റാനിക് എന്താ പറയുക, അപകടപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ചെൽസി 5 കളി ഒരു ഗോൾ പോലും അടിക്കാതെ തോൽക്കുന്നത്. അതൊരു ഡാമിങ് സ്റ്റാറ്റാണ്. ചെൽസി ചിലപ്പോൾ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പോലെയോ ലിവർപൂളിൻ്റെ പോലെയോ റയലിൻ്റെ പോലെയോ ബാഴ്സയെ പോലെയോ അത്ര വലുതായിരിക്കില്ല. പക്ഷേ റോബൻ അബ്രാമോവിച്ചിൻ്റെ കാലത്ത് ചെൽസിക്ക് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോഴും റോബൻ അബ്രാമോവിച്ച് ഉണ്ടെങ്കിൽ ചെൽസിക്ക് വേണമെങ്കിൽ അടുത്തൊരു യുണൈറ്റഡ് ഒക്കെ ആവാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ എഗെയിൻ അത് സിറ്റുവേഷൻ ആണൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാനിത് ആരും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ബേസിക്കലി ചെൽസിക്ക് ഈ അവസ്ഥ വരാൻ പ്രീമിയർ ലീഗും ഒരു കാരണമാണ്. യുണൈറ്റഡിനെ പോലെ തന്നെ ചെൽസിനെ ഈ അവസ്ഥയിൽ എത്തിച്ചതും പ്രീമിയർ ലീഗിൻ്റെ റൂൾസും പ്രീമിയർ ലീഗിൽ നടന്ന കുറേ കലാപരിപാടികളുമാണ്. നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബ്ബ് എന്ന എൻ്റെ ക്ലബ്ബ് ഗ്ലേസേഴ്സ് വാങ്ങുന്നത് ലോൺ എടുത്തിട്ടാണ്. എല്ലാം കുറച്ച് അവരൊക്കെ ലോൺ എടുത്ത് ക്ലബ്ബ് വാങ്ങിച്ചു കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണ് ഇനി ലോൺ എടുത്ത് ക്ലബ്ബിനെ വാങ്ങാൻ പറ്റില്ല, ബാക്കി ആർക്കും ഇനി ലോൺ കൊടുക്കാൻ പറ്റില്ല, ക്ലബ്ബിനെ അങ്ങനെ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് മാത്രം സെപ്പറേറ്റ് റൂള്, വേറെ ആൾക്കാർക്ക് സെപ്പറേറ്റ് റൂള്. നമ്മുടെ ക്ലബ്ബിനെ അവർ കുളമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേ സംഭവമാണ് ഈ ബ്ലൂക്കോ, ഞാൻ വിളിക്കുന്നത് നീലക്കോ എന്നാണ്. നീലക്കോ വന്നിട്ട് ഉണ്ടാക്കിയ ചെൽസിയിൽ 8 വർഷം 10 വർഷം 20 വർഷം 30 വർഷം കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് മാനേജേഴ്സിനെ കൊണ്ടുവരുന്നു, കോച്ചുമാരെ കൊണ്ടുവരുന്നു, പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ നീലക്കോ വന്നതിന് ശേഷമാണ് പ്ലേയേഴ്സിനൊക്കെ 10 വർഷത്തെ കോൺട്രാക്റ്റൊക്കെ അടുപ്പിച്ച് കൊടുക്കുന്നത് ഞാൻ കാണുന്നത്. ഇത് അങ്ങനെ അവർ കൊടുക്കാൻ കാരണം ഉണ്ടായത് പ്രീമിയർ ലീഗ് റൂൾ ബുക്കിലുള്ള ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് തിരുത്തേണ്ടത് പ്രീമിയർ ലീഗ് ആയിരുന്നു, അല്ലെങ്കിൽ അത് ആദ്യം അറിഞ്ഞ് പഠിച്ച് ചെയ്യേണ്ടത് പ്രീമിയർ ലീഗ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഇതിൽ മെയിൻ കുറ്റമുണ്ട്. അത് ഞാൻ ആരും ഒരു വീഡിയോയിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇത് നാളെ വേറെ ഏത് ക്ലബിനും സംഭവിക്കാം, ലിവർപൂളിൽ സംഭവിക്കാം, യുണൈറ്റഡിൽ സംഭവിക്കാം. എനിക്ക് നല്ല ഉറപ്പുണ്ട് യുണൈറ്റഡ് ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത 2 വർഷം കൊണ്ട് ചെൽസി ഇപ്പോഴത്തെ ചെൽസിയായി മാറുന്നുള്ളത്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നൊരു മോഡൽ ചെൽസി മോഡലാണ്. ആൻഡ് ഹിനിയോസിന് അറിയാലോ, സർ ജിം റാറ്റ്ക്ലിഫ് അണ്ണൻ ചെൽസിയുടെ ഒരു സീസൺ ടിക്കറ്റ് ഹോൾഡർ കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ചെൽസി എന്താണോ ചെയ്യുന്നത് ഏകദേശം അതേ പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തു വെക്കുന്നത്. യങ്സ്റ്റേഴ്സിനെ വാങ്ങുന്നു, വലിയ വിലയ്ക്ക് വിൽക്കാൻ നോക്കുന്നു. അതിലിപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, ഫാൻസൊക്കെ ഇടപെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് തെറിവിളി അഭിഷേകം നടത്തി ഇയാളെ കൺഫ്രണ്ട് ചെയ്തു, കാറിൽ പോകുന്ന സമയത്ത് കൺഫ്രണ്ട് ചെയ്തു എന്നുള്ള സംഭവങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ സീസണിലൊക്കെ നല്ലൊരു അറ്റ്ലീസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നത്. എന്നാൽ ചെൽസിയിൽ ഈ സംഭവം കുറേ കാലങ്ങളോട് നടക്കുന്നില്ല. ചെൽസിയിൽ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് വരുന്നില്ല, അവരുടെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സിനെ അവർ പറഞ്ഞയക്കുന്നു. ചെൽസിനെ കുറിച്ച് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ അവരുടെ തലപ്പത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞൊരു സംഭവമാണ്, ഫുട്ബോളിൽ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വിജയവും തോൽവിയും ഒരു ക്ലബിൻ്റെ സക്സസും ഫെയിലിയറും തീരുമാനിക്കുന്നത്. നമുക്കറിയാം 2016 ലെസ്റ്റർ സിറ്റി കപ്പടിച്ച പ്രീമിയർ ലീഗ് എടുത്ത ടീമാണ്. ഇപ്പോൾ അവർ ചാമ്പ്യൻഷിപ്പ് റിലേഗേറ്റ് ആയി അതിൻ്റെ താഴത്ത് വീണ്ടും അതിനേക്കാട്ടും താഴെയുള്ള ഡിവിഷനിൽ അവർ കളിക്കാൻ പോയിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഓരോ ക്ലബിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഈ ചെൽസി ഫാൻസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ അവസ്ഥ ഓക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇനിയും നീലക്കോയിൽ വിശ്വസിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ടു ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ കണ്ടു, അതായത് നീലക്കോ ഇനി പ്ലാൻ മാറ്റാൻ പോകണം, പ്രൊജക്റ്റ് കൊണ്ടുവരും, വേറെ തേങ്ങാക്കൊല പ്രൊജക്റ്റ് കൊണ്ടുവരും. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇതേ സംഭവം ഗ്ലേസേഴ്സിൻ്റെ അടുത്ത് നിന്ന് 10-25 കൊല്ലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാറും, ഞങ്ങൾ നന്നാവും. ഒരു വൃത്തികെട്ട മനസ്സുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക
ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലോ ഒരിക്കലും ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ എത്രയൊക്കെ നിങ്ങളുടെ നീലക്കോ മാറുമെന്ന് പറഞ്ഞാലും അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന വിധത്തിൽ അവരൊരിക്കലും മാറില്ല. നിങ്ങൾക്ക് വേണ്ട ഒരു പപ്പറ്റാണെന്നും നിങ്ങൾക്ക് വേണ്ടത് ഒരു പപ്പറ്റ് കോച്ചാണെന്നും നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് പപ്പറ്റ് പ്ലേയേഴ്സ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ സത്യം ചെൽസിയെ കുറിച്ചിട്ടുള്ളത്. യുണൈറ്റഡ് ഇത് വർക്കാവില്ല, കാരണം യുണൈറ്റഡിൻ്റെ ഗ്ലോബൽ ഫാൻ ബേസ് അംഗീകരിക്കില്ല. ചെൽസിക്ക് ഒരു ഗ്ലോബൽ ഫാൻ ബേസ് യുണൈറ്റഡ് പോലെ ഇല്ല. ഞാനിവിടെ യുണൈറ്റഡിനെ പുകഴ്ത്തി പറയല്ല, കാരണം യുണൈറ്റഡും ഏകദേശം ഇതേ അവസ്ഥയിൽ കൂടെ കുറേ വർഷങ്ങളായിട്ട് കടന്നു പോയ ടീമാണ്. പക്ഷേ ചെൽസിയിൽ സംഭവിച്ചത് വേറൊരു ക്ലബിലും സംഭവിക്കാത്ത തരത്തിലുള്ള സ്പീഡിലാണ് സംഭവിച്ചത്. അതാണ് എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞത്. ചെൽസി ഇത്രയും കാലം നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് എടുക്കുന്നു, പുതിയ ഓണർഷിപ്പ് വരുന്നു, കുറേ ബില്യൺസ് ചിലവാക്കുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇവർ ക്ലബിനെ നന്നാക്കാനാണെന്ന രീതിക്ക് കുറേ ബില്യൺ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ മെയിൻ ഉദ്ദേശം ചെൽസിയുടെ പേര്, ഞാൻ പറഞ്ഞ നീലക്കോനെ കുറിച്ചിട്ടാണ്. ചെൽസി ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം, ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും കോമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഓണർ ചെയ്ത മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പറ്റിച്ചത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ബില്യൺ സ്പെൻഡ് ചെയ്തപ്പോൾ നിങ്ങളെല്ലാവരും പൊതുവേ ഫുട്ബോൾ കാണുന്ന എല്ലാവരും വിചാരിച്ചു ഇവർക്ക് പൈസ ചിലവാക്കാൻ അറിയാം, ഇവർ ചെൽസിയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഒരു പണക്കാരൻ അയാളുടെ പൈസ എറിയുന്നുണ്ടെങ്കിൽ എത്രയാണോ എറിഞ്ഞത് അതിൻ്റെ ഇരട്ടി പിടിക്കാൻ മാത്രമേ അവർ നോക്കുള്ളൂ. അത് ഒരു അമേരിക്കൻ മോഡൽ സ്പോർട്സ്മാൻ സംഭവമാണെങ്കിൽ പറയും വേണ്ട. ചെൽസിയുടെ പേര്, അതായത് ചെൽസിയുടെ ഫേമസ് പേര് മുതലെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഫേമസ് ആവണം, പിന്നെ ചെൽസിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന മട്ടിൽ മാത്രമാണ് അവർ ഇത്രയും മില്യൺസും ബില്യൺസും സ്പെൻഡ് ചെയ്തത്. അല്ലാതെ വേറൊരു തേങ്ങാക്കൊലിയില്ല. അവരുടെ മെയിൻ ഉദ്ദേശം, ഞാൻ പണ്ട് ഈ സംഭവം പറഞ്ഞു, ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഭവം ഞാൻ പണ്ടൊരു 3 വർഷം മുമ്പ് എൻ്റെ ചെൽസി ഫ്രണ്ട്സിനോട് പറഞ്ഞ സംഭവമാണ്. ചെൽസി ഓണർഷിപ്പ് ആ ടീമിനെ കാണുന്നത്, അല്ലെങ്കിൽ നീലക്കോ ആ ഒരു ക്ലബിനെ കാണുന്നത് ഒരു NBA കൾച്ചറിലാണ്. അതായത് പ്ലേയേഴ്സിനെ അങ്ങോട്ട് വാങ്ങുന്നു, പ്ലേയേഴ്സിനെ അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു അമേരിക്കൻ മോഡൽ സംഭവമാണ്. അത് ഫുട്ബോൾ ഒരിക്കലും വർക്കാവില്ല എന്നുള്ളൊരു പരമാർത്ഥമാണ്, പരമസത്യമാണ്. അതൊരിക്കലും വർക്കാവില്ല, കാരണം ഫുട്ബോൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ എത്രത്തോളം ചെൽസി ഫാൻസ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. കാരണം ചെൽസി ഷുഡ് നോട്ട് ബി ലൈക്ക് ദിസ്. അതാണ് ഇതിൻ്റെ കടിത്തറ. ചെൽസി എന്ന ക്ലബ്ബ് ഒരിക്കലും ഇങ്ങനത്തെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ക്ലബ്ബല്ല, ഒരിക്കലും റെലിഗേറ്റ് ആവേണ്ട ഒരു ക്ലബ്ബല്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ പോക്കാണ് നിങ്ങൾ പോകണമെങ്കിൽ അടുത്ത 2-3 വർഷം കൊണ്ട് നിങ്ങൾ റെലിഗേറ്റ് ആവും. കാരണം ഇവിടെ ഇപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ഇൻസൈഡ് 90 പറഞ്ഞ ചാനലിൽ ഒട്ടുമിക്ക സമയത്തും ലൈവിലൊക്കെ സംസാരിക്കാൻ വന്ന ഒരാളാണ്. ചാൻസ് കിട്ടുമ്പോൾ സംസാരിക്കാറുണ്ട്. ഞാൻ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതിൽ ആങ്കറായിരിക്കുന്ന ബാലുബ്രോ ചെൽസി ഫാനാണ്. ഞാൻ ചെൽസി ഫാനായിട്ടുള്ള ബാലുബ്രോ പലപ്പോഴും പറഞ്ഞിട്ടൊരു സംഭവമാണ്, നിങ്ങളുടെ പ്ലേയേഴ്സിൻ്റെ പ്രശ്നം നിങ്ങളുടെ പ്ലേയേഴ്സ് കോച്ചിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നിങ്ങളുടെ പ്ലേയേഴ്സ് ആ ക്ലബിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാനത് അടിവരായിട്ട് പറയും. നിങ്ങളുടെ പ്ലേയേഴ്സിന് ആ ഓണർഷിപ്പിനായിട്ടുള്ള കളിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ലോകം കണ്ട ഏറ്റവും വലിയ സത്യം, അല്ലെങ്കിൽ ഇവിടെ ആരും പറയാത്തൊരു സത്യം. അവിടെ കോച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിൽ ഇനി പെപ്പ് ഗാർഡിയോള വന്നാലും പെപ്പ് ഗാർഡിയോളനെ വരെ നിർത്താനായിട്ട് നീലക്കോ നോക്കും. അതാണ് നിങ്ങളുടെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഓണർഷിപ്പിനെ എടുത്ത് കളയാതെ ആ ക്ലബ്ബ് ഒരു പഴയ തരത്തിൽ എത്തുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ വലിയ മിറാക്കിൾ സംഭവങ്ങൾ ഉണ്ടാവണം. പക്ഷേ വളരെ ഡൗട്ട്ഫുള്ളാണ്. ചെൽസി അടുത്ത ടോട്ടനം ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർ ഇത് പറയുന്നുണ്ട്. ഐ വോണ്ട് സേ ടോട്ടനം ആണെന്നുള്ളത്, കാരണം ചെൽസിക്ക് ഇപ്പോഴും ഒരു വാല്യൂ ഫുട്ബോൾ വേൾഡിലുണ്ട്. പക്ഷേ ആ വാല്യൂവിൻ്റെ എന്താ പറയുക, ഒരു 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 വാല്യൂവിൻ്റെ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അത് കുറഞ്ഞു തുടങ്ങി. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്ലേയേഴ്സ് വരും എന്നുള്ളത്. കാരണം ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ന്യൂസൊക്കെ വായിക്കുന്നത്, നാഗൽസ്മാൻ വേൾഡിലെ തന്നെ ഫുട്ബോൾ ലോകത്തെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് റെസ്പെക്റ്റഡ് അൺഡിസ്പ്യൂട്ടഡ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു യങ് മാനേജറാണ്. മൂപ്പർക്ക് ഇപ്പോൾ ചെൽസി വരാൻ താല്പര്യമില്ല. ഇറിയോളെ നിങ്ങൾ തപ്പുന്നുണ്ട്. ഇറിയോളയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസ് ഇപ്പോൾ കണ്ടത് ശരിയാവാൻ തെറ്റാവും, റൂമേഴ്സ് ആവില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ കണ്ടൊരു ന്യൂസ്, ഇറിയോല ഹാസ് സം പ്രോബ്ലംസ് കമ്മിങ് ടു ചെൽസി എന്നുള്ളതാണ്. അപ്പോൾ ലോക ഫുട്ബോളിൽ എല്ലാവരും ചെൽസിയുടെ മോഡൽ വർക്കാവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങി. പക്ഷെ എന്നിട്ടും ഇത് മനസ്സിലാക്കാത്ത കുറേ ചെൽസി ഫാൻസ് ഇപ്പോഴും ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും ലോകത്തുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരിപ്പോഴും പ്രതീക്ഷിക്കുന്നത് കുറേ ബില്യൺസ് ചിലവാക്കി കുറേ യങ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നാൽ നമ്മൾക്കൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ പറ്റും, ഒരു ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്ന ഒരു ലെവലൊക്കെ എത്താൻ പറ്റും. നെവർ. നിങ്ങൾ ചെൽസിയുടെ പാറ്റേൺ എടുത്ത് നോക്കുക. അതായത് ഇത് എല്ലാ ഫുട്ബോൾ ഫാൻസിനോട് ഞാൻ പറയുന്നത്, ചെൽസിയുടെ പാറ്റേൺ എടുത്ത് നോക്ക്. അവർ സാക്ക് ചെയ്യുന്ന മാനേജേഴ്സ് എങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അതേപോലെ തന്നെ അവർക്ക് വേണ്ട മാനേജേഴ്സ് എങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് വേണ്ടത് റൊസനിയർ, ഗ്രഹാം പോട്ടർ,
ഇങ്ങനത്തെ അവരെത്ര എനിക്ക് സത്യം പറയാൻ എൻ്റെ കയ്യിൽ എണ്ണാൻ പറ്റുന്നില്ല, അത്രയും മാനേജറിനെ അവർ സാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പറഞ്ഞ് മനസ്സിലായില്ല, പപ്പറ്റ് മാനേജേഴ്സിനെ അവർക്ക് പറഞ്ഞുവിടാൻ താല്പര്യമില്ല, പക്ഷേ അവർ പ്രഷറിൽ പറഞ്ഞു വിട്ടെന്നാണ്. നേരെ മറിച്ച് പൊച്ചറ്റീനോനെയും എൻസോ മറസ്കിനെയും അവർ പറഞ്ഞത് വെച്ച് നോക്ക്. കാരണം പൊച്ചറ്റീനോയും എൻസോ മറസ്കിനെയും ആ പപ്പറ്റ് ജോലിക്ക് കിട്ടില്ല, അവർ പോയ രീതി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതാണ് ചെൽസി മോഡൽ, അതൊരു സ്ട്രക്ചറാണ്. അഗെയിൻ ലെപ്പേർഡ്സ് ഡോ നോട്ട് ചേഞ്ച് സ്പോട്ട് എന്നൊരു വാക്കുണ്ട്, ഒരു കോട്ടുണ്ട് ഇംഗ്ലീഷിൽ. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദേ നെവർ ചേഞ്ച് ദെയർ സ്പോട്ട്, ദേ വിൽ നെവർ ചേഞ്ച്. ഓണേഴ്സ്, എസ്പെഷ്യലി ഗ്ലേസേഴ്സ്, ബ്ലൂക്കോ, നീലക്കോ, ദേ ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച്. ഇതെൻ്റെ ഒപ്പീനിയനാണ്. ആസ് എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതാണ്. ചെൽസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളും ചിലപ്പോൾ ആ സത്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാം അസത്യമാണെന്നുള്ളത്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയ ചെൽസിയുടെ അവസ്ഥ ഇതാണ്. ഞാൻ എഗെയിൻ പറഞ്ഞു, ഞാൻ ചെൽസി ഫാൻസിന് കുറ്റം പറയാനോ കളിയാക്കാനോ റോസ്റ്റ് ചെയ്യാനോ കുക്ക് ചെയ്യാനോ വരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ആവശ്യമില്ല, അത് ഓൾറെഡി പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത്. എഗെയിൻ ഞാൻ ഒരിക്കലും ഒരാളും പറയാത്തൊരു കാര്യമാണ് എന്നോട് പറഞ്ഞത്. മേ ബി നിങ്ങൾ ആദ്യമായിട്ടും കേൾക്കുന്നുണ്ടാവുക, പ്രീമിയർ ലീഗിന് ഇത് നല്ല പങ്കുണ്ട്. ചെൽസിക്ക് ഈ അവസ്ഥ വരാനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ അവസ്ഥ വരാനും പ്രീമിയർ ലീഗിന് നല്ല പങ്കുണ്ട്. അതൊരു സത്യമാണ്. അത് ആൾക്കാർ ഇനി പറഞ്ഞ് തുടങ്ങണം. അല്ലാതെ വായു മൂടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതേ അവസ്ഥ ചിലപ്പോൾ നാളെ ഒരു അപ്കമിങ് ടീം, മേ ബി ഒരു ആസ്റ്റൺ വില്ലയ്ക്കോ ബ്രോൺമൗത്തിനോ ബ്രൈറ്റനോ ഏത് ടീമിനും സംഭവിക്കാം. സോ പ്രീമിയർ ലീഗ് ഹാസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഈ ഒരു സംഭവത്തിൽ. ഇതിൽ ചെൽസി ഫാൻസിനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടോ അല്ലെങ്കിൽ കുറേ കളിയാക്കിയിട്ടോ പ്രീമിയർ ലീഗ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ റൊസനിയർ സാക്ക് എന്ന് എഴുതിയിട്ടോ കാര്യമില്ല. യു ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. ചെൽസി ഇങ്ങനെ ആവാനും യുണൈറ്റഡ് ഇങ്ങനെ ആവാനും നിങ്ങൾ തന്നെയാണ് കാരണം. ആഴ്സണൽ ബോട്ടിൽ ചെയ്യുന്നതിന് ഇപ്പോൾ പ്രീമിയർ ലീഗ് കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് കാരണം ഞാനത് വീഡിയോ ചെയ്യാത്തത്. കാരണം ആഴ്സണൽ ബോട്ടിൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അത് അവരുടെ പ്രശ്നങ്ങളാണ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് ആഴ്സണൽ ഈസ് ഡൂയിങ്. ദേ ആർ കവേർഡ്സ് ആക്ച്വലി. ദേ ഷുഡ് ഹാവ് വൺ ദ പ്രീമിയർ ലീഗ്. അത്ര എനിക്ക് ആഴ്സണലിനെ കുറിച്ച് പറയാനുള്ളൂ. അവർ പ്രീമിയർ ലീഗ് വിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഐ സ്റ്റിൽ ഹോപ്പ് ദേ വിൻ. സോ എന്തായാലും ചെൽസിയെ കുറിച്ച് ഞാൻ അത്ര പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു റോസ്റ്റ് ചെയ്യാൻ വന്നതല്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഇട്ട ടീഷർട്ടിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, വിന്നേഴ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇഫ് യു വോണ്ട് ടു ബിക്കം എ വിന്നോ, ആക്ട് ലൈക്ക് എ വിന്നോ. അത്ര ഞാൻ പറയുന്നുള്ളൂ ചെൽസിയോട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലീസ് ഡു നോട്ട് ഫോളോ. ഇതൊരു താക്കീതാണ്, ഇതൊരു വാർണിംഗ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ പാത തുടർന്നു കഴിഞ്ഞാൽ ചെൽസിയുടെ അതേ അവസ്ഥയായിരിക്കും. ആൻഡ് വി ഹാവ് ടു നോ. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലായാലും ഓരോ സമയത്ത് നമുക്കൊരു എക്സാമ്പിൾ മുമ്പ് കാണാൻ പറ്റും. ഇങ്ങനെ സംഭവിച്ചു, വി ഷുഡ് നോട്ട് ഡു ദാറ്റ് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വി വിൽ ബിക്കം എ ബെറ്റർ ടീം. അല്ലാതെ ചെൽസി പാത തുടരാനാണെങ്കിൽ കുറേ യങ്സ്റ്റേഴ്സിനൊക്കെ മേടിച്ച് നമുക്കൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാം, പൈസ ഉണ്ടാക്കുക എന്നുള്ള നട്ടാണെങ്കിൽ the project will be dead soon. Thank you so much for watching the video. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ചെൽസി ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ കോമൻറ്റ്സ് എന്നാൽ തീർച്ചയായിട്ടും താഴെ എഴുതുക. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം നിങ്ങളെ കുറ്റപ്പെടുത്തിയ കാര്യം നിങ്ങളുടെ കുറ്റമല്ല. ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന സംഭവമല്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നുണ്ട്, അടിച്ച് ഈ മക്കളെ പുറത്താക്കാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. So anyways, thank you so much for watching the video. This is Miraj signing off from Stratford Signal. I hope everything will be all right. ഈ സമയവും കടന്നു പോകും.